സംഭവം എന്നല്ലേ നിങ്ങള്? മൗലൈമാര് നമ്മൾ കാഫറാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് തീർക്കാനേ, സുന്നികള് കാഫറാക്കുന്നുണ്ടെന്ന് വെച്ച് തീർക്കാനേ ഒരു ലേഖനം വായിച്ചു. സിറാജില് EP പറങ്ങൂർ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിലുള്ളത് കാഫിർ കളി, കുഫ്ർ കളി പാടില്ല എന്നാ. കുഫ്ർ കളി കളിക്കണമെന്നല്ല. പക്ഷേ അതിന് മൂപ്പര് എഴുതിയത് എന്താ? മൂപ്പര് എഴുതിയത് തന്നെ KV കൂറ്റനാട് ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് EK ഉസ്താദ് ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എഴുതിയിരുന്നു. KV കൂറ്റനാട് കുഫ്രിയത്തിലേക്ക് എന്നല്ല എഴുതിയത്, ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്ന് എഴുതിയിരുന്നു. കുഫ്രിയത്തിലേക്ക് അവിടെ എഴുതിയ, കുഫ്രിയത്തിൽ പോയി എന്നല്ല, കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പരിഭാഷ ചെയ്ത് ചിലപ്പം എന്ത് ചെയ്യും, എന്തെങ്കിലും വാചകമൊക്കെ തെറ്റിപ്പോയാൽ ചിലപ്പോൾ അബദ്ധം വരും. അതുകൊണ്ട് പറഞ്ഞതാണ് കുഫ്രിയത്തിലേക്ക്. ഇതിങ്ങ് വായിച്ച് മൂപ്പര് വായിച്ചപ്പോ ഞാൻ നല്ല 1-ാം നമ്പർ ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി അങ്ങ് പറയും. ഞാൻ എന്താ പറഞ്ഞറിയൂ? ഞാൻ പറഞ്ഞു കുഫ്രിയത്തിലേക്ക് തന്നെ കുഫറിലെത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം, അവറായിട്ടില്ല എന്നാ. നമ്മൾ ദുബായിലേക്ക് ഒറ്റ ചോദിച്ചു, എയർപോർട്ട് നീ എവിടത്തേക്കാണ്? ദുബായിലേക്ക് തന്നെ. ഞാൻ ദുബായിലെത്തിയോ? അയാൾ എയർപോർട്ടിലുള്ളത്. സൗദിയിലേക്ക് തന്നെ. അയാൾ സൗദിയിലെത്തിയോ? ഇല്ലാന്നാ, അയാൾ എത്തിയിട്ടില്ലാന്നാ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാറന്നൂർ എഴുതിയത് കുഫ്രിയത്തിലേക്ക് നീക്കി എഴുതിയെന്ന. ഇയാളെന്തിന് മൗലൈമാരെപ്പോഴും ഒന്നുകിൽ കട്ടു അല്ലെ കൂട്ടും, അതില്ലാണ്ട് ഒന്നും വായിക്കാൻ അവർ കൊണ്ട് കഴിയൂല. കാരണം സത്യം എന്ന് പറഞ്ഞ സംഗതി അവരെ നാവും വരും അള്ള പഠിച്ചിട്ടില്ല. അങ്ങനെ ആയിപ്പോയി, എന്താക്കാൻ അള്ള നന്നാകട്ടെ. കുഫ്രിയത്തിൽ പോയി എന്നാണ് മൗലവി പറയുന്നത്. അത് പച്ചക്കള്ളാണ്. അതുകൂടി മനസ്സിലാക്കി വെച്ചോളി. ഒന്ന് കൽപ്പിച്ചോട്ടെ മോനെ. കാഫിർ മതം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഖുർആൻ പരിഭാഷയെപ്പറ്റി സുന്നി വോയിസിൽ എഴുതിയ ലേഖനത്തിൽ ശംസുൽ ഉലമ തന്നെ KVയുടെ പോക്ക് കുഫ്രിയത്തിലേക്കാണെന്ന് എഴുതിയിട്ടില്ലേ? ഇത് എതിരാളി എഴുതിയതാണോ? എതിരാളിയുടെ പത്രമാണോ? സിറാജ് പത്രമാണ്. KVയെ EK കാഫിറാക്കി കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. കണ്ടോ, കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. അങ്ങനെ അതിലില്ല, അത് പച്ചക്കള്ളാണ്. കുഫ്രിയത്തിലേക്ക് പോയി എന്നതിലില്ല. അത് മൗലവിന്റെ വകയിൽ പച്ചക്കള്ളം പറഞ്ഞാണ്. കളവല്ലാതെ നാം എടുത്തോ ഇവർ പറയൂലല്ലോ. അതിന് ഞാൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോളി. EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാക്കിയിട്ടില്ല എന്നൊരു വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സംവാദം നടക്കുമ്പോ EK ഉസ്താദ് വഫാത്തായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ EK ഉസ്താദ് അവരുടെ സംഘടനയിലല്ല ഞാനുള്ളത്. പക്ഷേ സംഘടന 1, 2, 3 ആയാലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ മുജാഹിദിന്റെ മുന്നിൽ അവർ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുമ്പോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചിട്ട് ആലിമീങ്ങളെ മുജാഹിദിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ EK ഉസ്താദിന് വേണ്ടി ഞാനവിടെ വാദിക്കാൻ, ആ വാദിക്കുന്നൊന്ന് കേട്ടോളിങ്ങൾ. വെച്ചുകൊടുത്തവനെ അറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാർ കുഫ്രിയത്തിലേക്ക് EK പറഞ്ഞതായി എഴുതി. കുഫ്രിയത്തിലേക്ക് ഞാൻ കുഫ്രായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫ്രിയത്തിലേക്ക് EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അതുകൊണ്ടാണ്. EK വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ടു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങൾ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോ മൗലവി പദവി, മൗലവി കാര്യമായിട്ട് വായിച്ചതാണല്ലോ സിറാജ്. അത് ഞാനതിന് ശരിക്കും മലയാളം അറിഞ്ഞൂടാതെ പറയും. മൗലവിക്ക് മലയാളം അറിയാതിട്ട് അതിന് ശരിക്കും വായിച്ചു പറഞ്ഞപ്പോ മൗലവി പദവിയപ്പോ പിന്നെ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൗലവിക്ക് വേറൊരു സിറാജ് എടുത്തു കൊടുത്ത് വേറൊരു ചങ്ങായി. ആ സിറാജിൽ ഒരു പണ്ഡിതന്റെ ഈ ലേഖനമല്ല, അതിന്റെ എഡിറ്റർ കോളല്ല, സിറാജിൽ ഉത്തരവാദിത്തമുള്ള ലേഖനമല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു ലേഖനം. സിറാജിൽ മുസ്ലിമീങ്ങളും എഴുതൂ, അമുസ്ലിമീങ്ങളും എഴുതൂ, രാഷ്ട്രീയക്കാരും എഴുതുക. ഒരു പത്രമാണ്. നിങ്ങൾക്ക് കാണാം, ഏത് പത്രമൊക്കെ തന്നെയാണ്. ആ പത്രത്തിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു വാചകം, ആ വാചകത്തൊന്ന് വായിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു വരും. മൗലവി വായിച്ചു. പക്ഷെ എന്തായിന്നറിയോ? എന്റെ ഈ മറുപടിയുടെ മുമ്പിൽ പതറിയ മൗലവി അത് വായിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങള്? മൗലവി പറഞ്ഞു, എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ നിങ്ങളാ.
എയർപോർട്ടിൽ എത്തിച്ചേരാന്നാ പറയേണ്ടി, വാസ്തവത്തിൽ നിങ്ങളങ്ങ് സൗദിയിൽ എത്തിച്ചേരാന്നാ പറയേണ്ടി. പക്ഷെ മൂപ്പർ പറഞ്ഞത് എയർപോർട്ടിൽ എത്തിച്ചേരാനാ. എന്റെ മൂപ്പർ പറഞ്ഞു ഒരു വായിച്ചു, ആ വായിച്ചാൽ നിങ്ങൾ കേൾപ്പിക്കുന്നു. അത് വായിച്ചിട്ട് മൂപ്പർ ചോദിച്ചു, ഈ രാഷ്ട്രീയക്കാരുടെ ലേഖനാണ്, നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ലേഖനാണ്. അത് വായിച്ചിട്ട് മൂപ്പർ ചോദിച്ചു, ഇപ്പോ എയർപോർട്ടിലോ എയർപോർട്ടിന് ഇപ്പുറത്തോ? ചോദിക്കേണ്ടത് എങ്ങനെയാ? സൗദിയിൽ എത്തിയില്ലേന്നാ ചോദിക്കേണ്ടി, അല്ലെ ദുബായിൽ എത്തിയില്ലേ? മൂപ്പർ ഇതിൽ പതറിപ്പോയിട്ട് ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചെങ്ങനെയാണ് തെറ്റിപ്പോയി. അപ്പൊ ഞാൻ ഇപ്പുറത്ത് ഇവരുടെ ഇയാളെ ഈ പതറിലൊക്കെ കണ്ടിട്ട് വാദപ്രധാനം ഞാൻ ചിരിച്ചുപോയി. ആ ചിരിച്ചത് ഒരു ക്ലിപ്പാക്കിയിട്ട് ഇവിടെ ഓരോ കാണിച്ചു. എവിടെ? ഈ ചേച്ചിട്ടിന് പോലെ പറയാ, കണ്ടോ ചിരി. പിന്നെ ഇവരിങ്ങനെ വീഴുമ്പോ നമ്മൾ ചിരിക്കലാണ്ട് കരിയ. വാദപ്രധാനത്തിന് മൗലവിമാര് വീഴുമ്പോ നമ്മൾ പിന്നെ കരിയ വേണ്ട. ഇവരെ കണ്ടോ എന്തൊരു ചിരിയാണ്. മൗലവിമാര് വീഴുമ്പോ ഞാൻ ചിരിക്കാല്ല, അതൊരു കരിയാ വേണ്ടേ. അതിങ്ങളൊന്ന് കേട്ടോളി. ഇയാൾ പറയും മുർത്തത്തും കാഫിറും ശബ്ദം കൂട്ടി വായിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞേ പകർപ്പോയി. അതൊന്ന് വെച്ചുകൊട്ടവനെ എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? ചോദിക്കട്ടെ എങ്ങനെ? സൗദിയിലെത്തിയില്ലല്ലേ ചോദിക്കട്ടെ, ദുബായിലെത്തിയില്ലേ ചോദിക്കട്ടെ, എയർപോർട്ടിന്റെ ഇപ്പുറത്താണോ ചോദിച്ചു. ആ ലേഖനത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. എന്നാലും രസാതല്ല ഇത്. ഇയാൾ വായിക്കുമ്പോ ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കാറ്, കാരണം ഇയാൾ വീഴുന്നത് കണ്ടിട്ട് എനിക്കതിനൊരു മറുപടി ഉണ്ട്. മറുപടി എന്റെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. ആദ്യം ഇവിടുന്ന് ക്ലിപ്പാക്കിയിട്ട് എന്റെ തല മാത്രം കാണിച്ചിട്ട് മൗലവി ഇവിടുന്ന് ചോദിച്ചു. എന്നോട് കണ്ടവർ പറഞ്ഞാൽ തല മാത്രം ഒന്നും എന്താ കാണിച്ചതെന്ന് അറിയില്ല. ഇനിയിപ്പോ സീഡിയൊക്കെ അല്ലെ ശരിക്കും മനസ്സിലാവുള്ളൂ. മൗലവി ചോദിക്കാണ്, കണ്ടോ ചിരി എന്തോ ചിരി. എന്റെ മുമ്പ് ചോദിക്കാം, ഇന്ന് വരെ ഇതിനെപ്പറ്റി മിണ്ടിയോ? ഇത് അനീഫ വായിച്ചപ്പോ ഇന്ന് വരെ മിണ്ടിയോ മൂപ്പരെ ചോദ്യം. അതൊന്ന് കേട്ടിട്ട് ഞാനന്ന് മിണ്ടിയത് എന്താണെന്നും അതിന്റെ മറുപടി പറഞ്ഞത് എന്താണെന്നും പിന്നെ അവിടെ ഹനീഫ മൗലവി എഴുന്നേറ്റിട്ടില്ലാന്നും പിന്നെ എണീറ്റത് സക്കരിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മിണ്ടിയോ പിന്നെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇയാൾ ചിരിച്ചു എന്നും പറഞ്ഞിട്ട് ചെറ്റിയെന്ന് പറഞ്ഞു നികപ്പിച്ചുണ്ടാവാനെ. കണ്ടോ എന്താണ് ആ ചിരി? കണ്ടില്ലേ? എന്താണ് ആ ചിരി? മനസ്സിലായില്ലപ്പോ? കാഫറാക്കി എന്നാണ് കാണിച്ചെടുത്തപ്പോഴേ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലെത്തിയോ? ദുബായിലെത്തിയ കോലാണ് കാണിച്ചുകൊടുത്തു സിറാജ് ദിനപത്രത്തിൽ നിന്ന്. ഇന്ന് വരെ മിണ്ടിയോ? കണ്ടോ മൂപ്പർക്ക് ഒരു കാര്യം തിരിഞ്ഞു. ഹനീഫ പറഞ്ഞത് ശരിയല്ല, മൂപ്പറൊന്ന് തിരുത്താൻ ദുബായിലെത്തിയ കാണിച്ചു കൊടുത്തു. ഹനീഫ പറഞ്ഞ എയർപോർട്ടിലെത്തിയില്ല. ആ മൂപ്പറൊന്ന് തിരുത്തി നോക്കാൻ ഷാർജാന്ന് വന്നിട്ട് അവിടെ നമ്മളെടുത്ത് സീഡി പണ്ടത്തെ ഇവിടെ ബാക്കിയില്ലേ. ഇപ്പൊ തിരുത്തിയിട്ട് കാര്യമുണ്ടോ? അത് കോടതിയിൽ വെച്ചിട്ട് ആ കാര്യം മനസ്സിലാകുന്നത് അത് വാദപ്രധാനത്തിന് മനസ്സിലാക്കേണ്ടിയല്ലേ? ഇരിക്കട്ടെ. അപ്പൊ ഇന്ന് വരെ മിണ്ടിയോ മൂപ്പര് ചോദിച്ചു. അപ്പൊ എന്താ കേട്ടവര് മനസ്സിലാക്കുക? ഈ ചേറ്റിയേറ്റിന് കേട്ടവരെന്താ മനസ്സിലാക്കുക? ഇതൊക്കെ പറഞ്ഞപ്പോ പേരോടപ്പാടി ഇരുന്നു പോയിന്നല്ലേ. അതിന്റെ ശേഷമുള്ള ഒന്ന് കേട്ടോളി, ഞാൻ പറയുന്ന മറുപടി. ഒന്ന് വെച്ചോട്ടാമേ. കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതുകൊണ്ട് കാഫിറും മുർത്തദ്ദുമാണ് എന്ന് EK അബൂബക്കർ മുസ്ലിയാർ എഴുതിയൊരു ലേഖനം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പണ്ഡിതൻ അങ്ങനെ എഴുതിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതാ കാണേണ്ടത്. കൂറ്റനാട് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദുമാണെന്ന് എഴുതിയ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. EK അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കാന്തപുരം എഴുതിയെന്ന് കാണിക്കാൻ കഴിയുമോ? നിങ്ങളത് കാണിക്കണം. കാഫിറും മുർത്തദ്ദുമാണ് കൂറ്റനാട് മുസ്ലിയാർ എന്ന് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ കാണിക്കണം. നിങ്ങളാണ് അത് ഉദ്ദേശിച്ചത്. നിങ്ങളെ പണ്ഡിതനായ ഉമർ മൗലവി, നിങ്ങൾ മാല ചൊല്ലുന്ന ഉമർ മൗലവി, അതെ നിങ്ങൾ മാല ചൊല്ലാറില്ലേ? ഇസ്ലാഹി മാസികയിലെ മാല. അതെ, സ്വർഗത്തിലേക്കു കൂതിച്ചോ ചേതന വേദന ശാന്തീതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ ഫോട്ടോ എടുത്തവരല്ലേ നിങ്ങൾ? മാലയില്ലേ ഇസ്ലാഹില്? നിങ്ങൾ പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതുപോലെ
നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി, അതെ, ആ വിചിന്തനത്തിലില്ലേ ഉമർ മൗലവി വിളിച്ചു പറഞ്ഞത്? ആ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി അദ്ദേഹമാണ് എഴുതിയത് ഞങ്ങളെ പണ്ഡിതന്മാരെ പേര് വെച്ചിട്ട് മുശ്രിക്കുകളാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ആധികാരിക പണ്ഡിതൻ കൂറ്റനാട് കെ വി മുസ്ലിയാർ കാഫിറും മുർത്തത്തുമാണ് എന്നെഴുതിയത് നിങ്ങൾ തെളിയിക്കണം. കണ്ടോ? തെളിയിക്കണം എന്ന് ഞാനവിടെ പറയാണ്. എന്ന് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ? അത് അടുത്തേക്ക് കേൾക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഇതൊക്കെ മുജാഹിദിന്റെ സീഡിയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. മുജാഹിദ് ഇറക്കിയ സീഡിയാണ് ഞാൻ ഈ കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത്. ഞങ്ങളെന്തെങ്കിലും തിരുമറി നടത്തിയൊന്നുമല്ല. അവരൊന്ന് നിഷേധിക്കട്ടെ.